തരംഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. സാധാരണ മത്സരിക്കുന്നവരാണ് തരംഗം ഉണ്ടാക്കുന്നത്, ഓളം ഉണ്ടാക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ താരമായി തരംഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ പ്രചരണം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല. അത് മാത്രമല്ല രാഹുലിന്റെ പ്രത്യേകത. സാമൂഹ്യ മാധ്യമങ്ങളിൽ സൂപ്പർ സ്റ്റാർ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ അതോടൊപ്പം പൊതുജനങ്ങൾ എത്രമാത്രം രാഹുലിനെ ഇഷ്ടപ്പെടുന്നു, ഒരു സാധാരണക്കാരൻ ഒരു നേതാവിനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ, രാഹുലിനെ കടന്നാക്രമിക്കുന്ന മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടത്. എത്രമാത്രം ഓളം ഉണ്ടാക്കാൻ സാധാരണ ജനങ്ങളുടെ ഇടയിൽ പറ്റുന്നു എന്ന് സംശയത്തിന് അതീതമായി തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചേർത്ത് പിടിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കെട്ടിപ്പിടിച്ചും കോൺഗ്രസ് പ്രവർത്തകർ വരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കെട്ടിപ്പിടിച്ചു കോൺഗ്രസ് പ്രവർത്തകർ. വാഹനത്തിനുള്ളിൽ ഇരുന്ന രാഹുലിനെ കെട്ടിപ്പിടിക്കുകയും അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തു. അവനാണ് നേതാവ്. ഓർത്തു വെച്ചോളുക. താൽക്കാലം കള്ളപ്പരാതികളിലൊക്കെ വെച്ച് അവനെ കുറച്ചു കാലം ഒന്ന് ഇതാക്കാൻ പറ്റും. ഒരു കാര്യം കൂടെ, രാഹുലുമായിട്ട് എനിക്ക് 100 കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. നാളെ രാഹുൽ വീണ്ടും സജീവമായി വന്നാൽ ഞാനും രാഹുലും ചാനൽ ചർച്ചകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നടി കൂടും. ഞാനും രാഹുലിനോട് മയം കാണിക്കില്ല, രാഹുലും എന്നോട് മയം കാണിക്കില്ല. അത് ആശയപരമായ വ്യത്യാസമാണ്. രാഹുൽ ഒരു നെഹ്റുവിയൻ ലെഫ്റ്റ് ആണ്, ഞാനൊരു ഗാന്ധിയൻ റൈറ്റ് ആണ്. പക്ഷെ ഇത്രയും കഴിവും പ്രതിഭയും അറിവും മിടുക്കും ഊർജവുമുള്ള ഒരു ചെറുപ്പക്കാരനെ നശിപ്പിക്കാൻ പല രീതിയിലും പല ആൾക്കാരും നോക്കിയെന്ന് നമുക്കറിയാം. ആ രാഹുലിനെ ജനങ്ങൾ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴും രാഹുൽ പറയുന്നതാണ്, അവന്റെ ഉള്ളിലേക്കോ, അവൻ വിളിക്കുന്ന വേറെ കേട്ടോ, നമുക്ക് പരിചയമുള്ളതും സുഹൃത്തുള്ളതും ഉണ്ട്. അദ്ദേഹത്തിന്റെ, അങ്ങനെ പറയാം, അതായിരിക്കും എന്റെ ശരി. അവൻ വിളിച്ചാൽ ചില ആൾക്കാർ പറയും ആക്കാം. അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ നന്മയാണ്. അപ്പോഴും രാഹുൽ പറയുന്നത് 10,000 വോട്ടിന് ജയിക്കണമെന്നാണ്. രാഹുലിനോട് സ്നേഹം മാത്രമുള്ള കോൺഗ്രസ് പ്രവർത്തകരെയാണ് നമ്മൾ കാണുന്നത്. സി കെ അഭിലാൽ ഉണ്ട്. അഭിലാൽ, ഈ കാലയളവിലൊക്കെ, അതായത് പട്ടിക, കെ സുധാകരൻ വിഷയ സമയങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു പാരലൽ വേൾഡിൽ എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്താണ് എങ്ങനെയാണ് പ്രവർത്തകരുടെ സ്നേഹം രാഹുൽ? ജനങ്ങളുടെ ഇടയിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഇന്നും ഏറ്റവും വലിയ ഓളവും തരംഗവും രാഹുലാണ്. മധുവാണ് അദ്ദേഹത്തിന്റെ റാന്നി മണ്ഡലത്തിലെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള റോഡ് ഷോ കടന്നു പോകുന്ന വഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാഹനത്തിൽ ആ വഴി വന്നത്. തുടർന്ന് പ്രവർത്തകരെ കണ്ടപ്പോൾ വാഹനം വേഗത കുറച്ച് കടന്നു പോവുകയും പിന്നീട് നിർത്തുകയുമാണ് ഉണ്ടായത്. രാഹുലിനെ തിരിച്ചറിഞ്ഞ പ്രവർത്തകർ അദ്ദേഹത്തോട് സ്നേഹ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് വാഹനത്തിന് അടുത്ത് കൂടുകയാണ്. അവനാണ് നേതാവ്. പ്രവർത്തകർ കൂടി അദ്ദേഹത്തെ സമീപിച്ചത്. പ്രചരണത്തിന് ഇറങ്ങിയതാണോ എന്ന് ചോദിച്ചപ്പോൾ പാലക്കാട് നിന്നും റാന്നി വഴി അടൂരിലെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് എന്ന് മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചത്. പ്രചരണത്തിന് ഇറങ്ങുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അതായത് രാഹുലിന്റെ മനസ്സിൽ മുഴുവൻ കോൺഗ്രസ് ആണ്. ആ ഓളം ഉണ്ടാക്കാൻ ഇന്നും വേറൊരു നേതാവില്ല എന്നുള്ളതാണ് സത്യം. ഏഷ്യാനെറ്റിന്റെ വാർത്തയും കൂടെ കാണാം. അതായത് രാഹുലിനെ പലപ്പോഴും ശക്തമായി പല മുഖ്യധാരാ മാധ്യമങ്ങളും ആക്രമിച്ചിരുന്നു. ഞാൻ കൂടെയുണ്ട്. 10,000 വോട്ടിൽ കുറയരുത് ഭൂരിപക്ഷം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വളഞ്ഞ് UDF പ്രവർത്തകർ. സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ തുടങ്ങാൻ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാഹനം കോൺഗ്രസ് പ്രവർത്തകർ വളഞ്ഞു. രാഹുലിനോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും രാഹുൽ ഇറങ്ങിയില്ല. പാലക്കാട് നിന്നും വീട്ടിലേക്കുള്ള യാത്രയിലാണെന്ന് രാഹുൽ പറഞ്ഞു. പ്രചാരണത്തിന് ഇറങ്ങുമോ എന്ന ചോദ്യത്തിന് മറുപടിയും നൽകിയില്ല. അതാണ് നേതാവ്. ലൂസിഫറിലെ ലാലേട്ടൻ പറയുന്നത് പോലെ, ശ്രദ്ധിച്ചോ, ഇവനാണ് നേതാവ്. ആര് കുടുക്കാൻ നോക്കിയാലും തകർക്കാൻ നോക്കിയാലും ഇവൻ തിരിച്ചു വരും, ഒരു സംശയവും വേണ്ട. ഇതാണ് നേതാവ്. ഇങ്ങനെ ആയിരിക്കണം നേതാവ്. രാഹുൽ, നിന്റെ വരവിന് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഞാനും കാത്തിരിക്കുന്നുണ്ട്. അത് രാഹുലിനോടുള്ള ഇഷ്ടം മാത്രമല്ല, ഒരു യുവ നേതാവിനെ പലപ്പോഴും ഇല്ലാതാക്കാൻ പല ആൾക്കാരും പല രീതിയിൽ ശ്രമിച്ചു. നേരിട്ട് മുഖ്യമന്ത്രി അടക്കം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും ഒക്കെ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇവൻ തന്നെയാണ് യഥാർത്ഥ നേതാവ്. അതിശക്തമായ രീതിയിൽ രാഹുൽ തിരിച്ചു വരട്ടെ. നമ്മുടെ പിഷാരടിയും പാലക്കാടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഷാഫിയും രാഹുലും ഒക്കെ ചെയ്ത നല്ല കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. വളരെ പോസിറ്റീവാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. നിന്റെ തിരിച്ചുവരവിനായി, താങ്കളുടെ തിരിച്ചുവരവിനായി ഞങ്ങൾ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കും.